ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്ലൗസ് കട്ടിങ്ങിൻ്റെ ടിപ്സുകൾ തൊട്ട് മുന്നത്തെ വീഡിയോയിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആയിരക്കണക്കിന് ആളുകൾ ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ ആണ്. ഒരുപാട് പേര് ഇഷ്ടപ്പെട്ട് നല്ല ലൈക്സ് ഒക്കെ കിട്ടിയ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ആ വീഡിയോയിൽ നമ്മൾ തന്നെ ഒരു ഐഡിയയും കൂടി നമ്മൾ പറഞ്ഞു തരാനുണ്ട്. അത് നമ്മൾ പ്രൊഫഷണൽ രീതിയിലാണ് ആ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ രീതിയിൽ തന്നെ ചെയ്യുന്നതും ഒപ്പം തന്നെ നമുക്ക് ബോഡിയിൽ നിന്നും മെഷർമെൻറ്റ് എടുക്കുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറേ കൂടി എളുപ്പത്തിൽ ബ്ലൗസ് കട്ടിങ് എളുപ്പമാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് തന്ന അളവ് ഡ്രസ്സ് ചെറിയ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തണം എന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയ്ക്കും ചെറിയ മാറ്റങ്ങൾ വരുത്തും തോറും ബ്ലൗസിൻ്റെ പല കാര്യങ്ങളും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ശരിയായി ഇതിൽ ബ്ലൗസ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ബോഡിയിൽ നിന്നാണെങ്കിൽ മെഷർമെൻറ്റ് എടുക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറിഞ്ഞിരിക്കേണ്ടതായിട്ട് പ്രധാനമായിട്ടൊരു കാര്യം, ബോഡിയിൽ നിന്ന് നമ്മൾ മെഷർമെൻറ്റ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്ട്രാ നമ്മൾ കുറച്ച് ലൂസൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. ആ എവിടെയൊക്കെയാണ് നമ്മൾ എത്ര അളവാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് എന്ന ആ ഒരു കാര്യം അറിഞ്ഞിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രൊഫഷണൽ മെത്തേഡിൽ നമ്മൾ ആ തൊട്ട് മുന്നത്തെ വീഡിയോ കണ്ടു നോക്കിയാൽ അറിയാം. അപ്പോൾ ആ വീഡിയോയിൽ പറയുന്നത് പോലെ തന്നെയാണ് നമ്മൾ അളവുകൾ ചെയ്യേണ്ടത്. അതായത് തയ്യൽ തുമ്പൊക്കെ നമ്മൾ ആഡ് ചെയ്യേണ്ടത് അതുപോലെ തന്നെയാണ്. പ്ലസ് നമ്മൾ ബോഡിയിൽ നിന്ന് എടുക്കുന്ന അളവിനോട് കൂടി എക്സ്ട്രാ ലൂസ് ആഡ് ചെയ്യുന്നതിനാണ് നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞുതരും. ബോഡിയിൽ നിന്ന് അളവെടുക്കുന്നതും ഒപ്പം തന്നെ നമ്മൾ എക്സ്ട്രാ ലൂസ് എത്ര ആഡ് ചെയ്യേണ്ടതെന്നുള്ള ടിപ്സും പറഞ്ഞുതരും. ഒപ്പം തന്നെ സ്ലീവിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റാമെന്നുള്ള ടിപ്സും കൂടി നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞുതരും. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ഒപ്പം തന്നെ ഒരു കുഞ്ഞൊരു ലൈക്ക് കൂടി തരണം കേട്ടോ. പിന്നെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻ്റ് ആയിട്ട് എഴുതി അറിയിക്കണം. പിന്നെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ബട്ടൺ വെച്ചിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ജോയിൻ ചെയ്യാം, ഏത് സമയത്ത് വേണമെങ്കിലും അൺജോയിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ചെറിയ ഒരു ഫീസ് ഉണ്ട് ജോയിൻ ബട്ടൺ അമർത്തുന്നവർക്ക്. കാരണം നിങ്ങളുടെ ഡൗട്ട്സൊക്കെ നിങ്ങൾ ഫോൺ വഴിയായിട്ട് വിളിച്ച് ചോദിക്കുകയാണെങ്കിൽ മെസ്സേജ് അയച്ചു തരാനായിട്ട് അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യുന്ന ഒരു ടൈമിന് വേണ്ടിയിട്ടാണ് നമ്മൾ അതിന് ചെറിയൊരു ഫീസ് വെച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ നമുക്ക് ഇഷ്ടമുള്ളവർക്ക് ജോയിൻ ചെയ്യാം, ഇഷ്ടമില്ലാത്ത സമയത്ത് നിങ്ങൾക്ക് അൺജോയിൻ ചെയ്യുകയും ചെയ്യാം. ഇത് രണ്ടും നിങ്ങളുടെ ഓപ്ഷൻ തന്നെയാണ് കേട്ടോ. പിന്നെ അതിനകത്ത് ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ സെൽഫായിട്ട് നമ്മൾ ബോഡിയിൽ നിന്ന് മെഷർമെൻറ്റ് എടുത്ത് പറഞ്ഞു തരുമ്പോൾ നമുക്ക് വേറൊരാൾ ചെയ്ത് തരാണെങ്കിൽ ഓക്കെ, നമുക്ക് നേരെ ക്യാമറയിൽ ഫേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ തന്നെ എടുക്കുന്നത് കൊണ്ട് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ഒരു മിറർ വെച്ചിട്ടാണ് അതിൽ നിന്ന് നോക്കിയിട്ടാണ് നമ്മൾ ഇതിൽ മെഷർമെൻറ്റ്സ് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സൈഡിലോട്ട് നോക്കിയിട്ടായിരിക്കും കൂടുതലായിരിക്കും ഞാൻ പറയുക. അപ്പോൾ ആ ഒരു ഇത് സംഭവം എന്താണെന്ന് പറഞ്ഞതൊന്നും മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം നമ്മൾക്ക് ഷോൾഡറിൻ്റെ മെഷർമെൻ്റ് ആണ് എടുക്കേണ്ടത്. അത് നമ്മൾ എടുക്കേണ്ടത് ബാക്ക് പാർട്ടിൽ നോക്കിയിട്ടാണ് എടുക്കേണ്ടത് കേട്ടോ. അതായത് ഈ ഒരു ഭാഗത്ത് നിന്ന് ഈ ഒരു ഷോൾഡറിൻ്റെ, അതായത് ഈ ഒരു പോയിന്റിൽ നിന്ന് ഇവിടെ നമുക്കിപ്പോൾ ഈ ഒരു ഡ്രസ്സ് എടുക്കുന്നത് സ്വല്പം ഒരു എനക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയാണ്ട് ചുരിദാറിന് ഓക്കെ. പക്ഷേ ബ്ലൗസിനാകുമ്പോൾ കറക്റ്റ് ഫിറ്റ് ഇവിടെയാണ്. ഈ ഒരു ലൈൻസ് കറക്റ്റ് ആക്കിയിട്ട് നമ്മൾ ഇങ്ങനെ വെക്കണം. അങ്ങനെ വെച്ചിട്ട് ആ ഒരളവും അതേപോലെ ഈ ഒരു ഭാഗവും അതുപോലെ ഇങ്ങനെ കറക്റ്റാക്കി വെക്കാം. ആ കസ്റ്റമറുടെ ഏത് ഭാഗത്താണ് കറക്റ്റ് ഭംഗിയായിട്ട് കിടക്കുക ഈ ഒരു പോയിന്റ്. അതായത് ഇങ്ങനെ ആ ഒരു ഇതുണ്ടല്ലോ, ഈ സൈഡ് ഷോൾഡറും ഈ സ്ലീവും നമ്മൾ ജോയിൻ ചെയ്യുന്ന ആ ഒരു ആ പോയിന്റ് നോക്കിയിട്ട് വേണം ബാക്കിൽ നിന്ന് വേണം അളവെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ വേണം നമ്മൾ ഷോൾഡറിൽ, അതായത് ഇവിടെ ഒരു ബോണുണ്ട്, ഇവിടെ ഒരു ബോണുണ്ട്, ഒരു ചെറിയ എല്ല്. അപ്പോൾ വണ്ണുള്ളവർക്കൊന്നും അത് അത്ര വേഗം കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷെ അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സൈഡ് ഷോൾഡർ ഉണ്ടല്ലോ, ഈ ഒരു സ്ലീവിൻ്റെ കണക്റ്റഡ് ആകുന്ന ഒരു ഭാഗം, അത് നമ്മൾ ചെറുതായിട്ട് ആ ഡ്രസ്സിൽ അവർക്ക് എങ്ങനെയാണോ കറക്റ്റായിട്ട് ഇരിക്കുമ്പോഴാണ് ഇവിടെ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുക. വല്ലാണ്ട് ഇറങ്ങി കിടക്കാൻ പാടില്ല ഈ ഒരു ഭാഗം. അതായത് വല്ലാണ്ട് മുകളിലേക്ക് കയറി പോകാനും പാടില്ല. ആ ഒരു രീതിയിൽ ഇങ്ങനെ വെച്ച് ഇങ്ങനെ ഇവിടെ തൊട്ട് ഇവിടെ വരെ ഈ ഒരു പോയിന്റ് എടുക്കണം. അതാണ് നമ്മുടെ ഫുൾ ഷോൾഡർ കേട്ടോ. പിന്നെ നമുക്ക് ആ ബ്ലൗസിന് എത്രത്തോളം സൈഡിലേക്ക് ഷോൾഡർ വേണം എന്നത് എടുക്കാം. ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്ന ഒരു അളവ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. കൂടുതലും 2.25 ഇഞ്ച് 2.25 ഒരു പോയിൻ്റാണ് ഭൂരിപക്ഷം ആളുകൾക്ക് ഏറ്റവും ഭംഗിയുള്ള ശരിയായ സൈഡ് ഷോൾഡർ കേട്ടോ. ഏറ്റവും ഭംഗിയുള്ള ഒരു മെഷർമെൻ്റ് ആണ്. അത് ഞാൻ പറഞ്ഞാൽ മുന്നേയുള്ളൂ, അത് മനസ്സിൽ വെച്ചാൽ മതി. പിന്നെ നിങ്ങൾ അവർക്ക് എത്രത്തോളം വേണമെന്ന് നിങ്ങൾ ചോദിക്കുക. അപ്പോൾ ആ ഒരു അളവ് എത്രത്തോളം വേണമെങ്കിൽ ആ ഒരു അളവ് തരാം. അല്ലെങ്കിൽ നിങ്ങൾ അളവ് ഡ്രസ്സ് ചോദിച്ചിട്ട് നിങ്ങൾ ബോഡിയിൽ നിന്ന് അളവെടുക്കുകയും ചെയ്യുക. ആ അളവ് ഡ്രസ്സിൽ എത്രത്തോളം എടുത്തിട്ടുണ്ടെന്ന് നോക്കുകയും ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്കത് ചെയ്യുമ്പോൾ എത്രത്തോളം ഭംഗിയാണ് അതിന്മേൽ വരുത്താൻ പറ്റുകയെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചെയ്യാം. പിന്നെ നമുക്ക് ബാക്കിലെ ഇറക്കം, അത് നമുക്ക് ഈ ഒരു വൈഡ് വന്ന് നിൽക്കുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ സൈഡ് ഷോൾഡറിൻ്റെ ഈ തെറ്റ് ഭാഗത്ത് നിന്ന് പുറകിലോട്ട് നമുക്ക് അളവെടുക്കേണ്ടത്. എത്ര ഇറക്കം വരെ വേണ്ടതെന്ന് വെച്ചാൽ ഇവിടം വരെ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരളവ് ഈ ഒരു അളവ് വരെയാണ് നമ്മൾ എടുക്കേണ്ടുന്ന ഒരളവ്. പറയുന്ന ഇറക്കം എത്ര വേണം അതിനനുസരിച്ച് എടുക്കാം. അടുത്ത പോയിന്റ്
പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിലെ ഇറക്കം അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ കഴുത്തിൻ്റെ ഇറക്കം അതുപോലെ ബാക്കിൻ്റെ ഇറക്കം എടുക്കാം. അത് ഈ ഒരു പോയിന്റ് തൊട്ട് തുടങ്ങിയിട്ട് എടുക്കണം കേട്ടോ. അതിങ്ങനെ നേരെ തന്നെ എടുക്കാൻ മതി. ഫ്രണ്ടിലെ ഇറക്കം നെക്കിൻ്റെ ഇറക്കം ഇതുപോലെ തന്നെ എടുക്കണം. അതായത് വൈഡ് എവിടെ വന്ന് നിൽക്കണേ ആ ഒരു പോയിന്റിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് വേണം കഴുത്തിൻ്റെ ഇറക്കം എടുക്കാൻ. ചെരിച്ചെടുത്ത് കഴിഞ്ഞാൽ വൈഡ് തെറ്റും ആ ഒരു ഇത്. അപ്പം നമ്മൾ ഇങ്ങനെ വെച്ച ശേഷം നമുക്ക് ആ കറക്റ്റ് ഇറക്കം എത്രയാണ് ഫ്രണ്ട് കഴുത്തിൻ്റെ ഇറക്കം അത് ഇങ്ങനെ ഇതുപോലെ വെച്ചിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് എത്ര ഇറക്കം കിട്ടിയില്ല. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ജസ്റ്റ് ഇങ്ങനെ ഫോൾഡ് ചെയ്താൽ മതി ഈ ടേപ്പിന് തന്നെ. അപ്പോൾ അതിങ്ങനെ വെക്കുമ്പോൾ കറക്റ്റ് ആ ഒരു ഇറക്കം കിട്ടി. അപ്പം ഇതുപോലെ നമുക്ക് ഇറക്കെടുക്കാൻ പറ്റും. പിന്നെ കൂടുതലും സാരി ബ്ലൗസ് തയ്ക്കുമ്പോൾ സാരി തന്നെ വെയർ ചെയ്ത് വരാണെങ്കിൽ കൂടുതലും പെർഫെക്റ്റ് ആയിട്ട് അവരുടെ ഡ്രസ്സ് അളവെടുക്കാൻ പറ്റും. പിന്നെ നൈറ്റി അതുപോലെ തന്നെ ഭയങ്കര ഓവർ ലൂസുള്ള ഡ്രസ്സുകളാണെങ്കിൽ നമുക്ക് സാരി ബ്ലൗസിൻ്റെ അളവ് മെഷർമെൻറ്റ്സ് കണ്ടുപിടിക്കാൻ ഇത്തിരി പ്രയാസം ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ കൂടുതലും സാരി തന്നെ യൂസ് ചെയ്യാൻ പറയുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല രീതിയിൽ അളവെടുക്കാൻ പറ്റും. ഇനി അടുത്തതായിട്ട് പ്രധാന അളവൊന്നും എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി അടുത്തതായിട്ട് നമുക്ക് ചെസ്റ്റിൻ്റെ റൗണ്ട് എടുക്കണം, ബെസ്റ്റിൻ്റെ റൗണ്ട് എടുക്കണം, വേസ്റ്റിൻ്റെ റൗണ്ട് എടുക്കണം. അതായത് ചെസ്റ്റിൻ്റെ റൗണ്ട് എന്ന് പറഞ്ഞാൽ കൈപ്പിടി ഭാഗം വേണം. ബെസ്റ്റിൻ്റെ റൗണ്ട് എന്ന് പറഞ്ഞാൽ നിപ്പിൾ ടു നിപ്പിൾ റൗണ്ടാണ് നമ്മൾ എടുക്കുന്നത്. അതിനുശേഷം വേസ്റ്റിൻ്റെ വണ്ണം എന്ന് പറഞ്ഞാൽ ഇടുപ്പ് ഭാഗം വണ്ണം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എടുക്കേണ്ടുന്നത്. അത് എടുക്കുമ്പോൾ എത്ര വല്ലാണ്ട് ടൈറ്റ് ആക്കാനും പാടില്ല, വല്ലാണ്ട് ലൂസാക്കാനും പാടില്ല. ആ രീതിയിൽ വേണം എടുക്കാനായിട്ട്. ചെസ്റ്റിൻ്റെ റൗണ്ട് എടുക്കുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഇങ്ങനെയാണ് എടുക്കേണ്ടത് കേട്ടോ. നമ്മുടെ ഈ ഒരു കക്ഷ ഉണ്ടല്ലോ, അപ്പോൾ ആ ഭാഗത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് വേണം എടുക്കാനായിട്ട്. ടേപ്പ് വളയരുത് വല്ലാണ്ട്. ബാക്കിലേക്ക് ആ മെഷർമെൻറ്റ് എടുക്കുമ്പോൾ വളയരുത്. നമ്മൾ ഇതുപോലെ വേണം എടുക്കാനായിട്ട്. ഇങ്ങനെ ജസ്റ്റ് ഇടാം. ഈ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ കൈ ഒരു ചെറുതായിട്ടൊന്ന് പൊന്തിച്ച് വയ്ക്കാം എന്ന് പറയാം. അതിനുശേഷം ഇങ്ങനെ ചെസ്റ്റിന് റൗണ്ട് എടുക്കുക. അപ്പോൾ ഈ ഒരു പോയിന്റാണ് ജസ്റ്റ് നമ്മളിത് ഇങ്ങനെ ഒരു വിരൽ വെച്ചിട്ട് ഇങ്ങനെ എടുക്കുന്ന ആ ഒരു അളവാണ് നമ്മൾ. ഓവർ ടൈറ്റ് അല്ല എന്നാൽ വല്ലാണ്ട് ഓവർ ലൂസല്ല കേട്ടോ. ഇങ്ങനെ ആക്കുമ്പോൾ ചെറിയൊരു ലൂസ് കണ്ടാം. ബ്ലൗസ് ബോഡിയോട് ചേർന്ന് എടുക്കുന്ന ഒരു ഡ്രസ്സ് ആയതുകൊണ്ട് ഈ ഒരു ചെറിയ ലൂസേ കൊടുക്കാൻ പാടില്ല, ഓവർ ലൂസ് കൊടുക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ അതുപോലെയാണ് നമ്മൾ ചെസ്റ്റിൻ്റെ അളവ് എടുക്കേണ്ടത്. ബാക്ക് പാർട്ടിൽ നമ്മൾ ഈ ഒരു ഭാഗത്തോട് ചേർന്നിട്ട് വേണം നമുക്ക് ചെസ്റ്റിൻ്റെ അളവ് എടുക്കേണ്ടത്. ഇങ്ങനെ ഇത്രത്തോളം കൈക്കുഴിയുടെ തൊട്ട് താഴെ എന്നതാണ് ചെസ്റ്റ് റൗണ്ട് എടുക്കേണ്ട മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, കൈക്കുഴിയുടെ തൊട്ട് താഴെയായിട്ട് വേണം ഫ്രണ്ടിലും ബാക്കിലും. ടേപ്പ് വളഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അളവ് മെഷർമെൻറ്റ് തെറ്റും, ബ്ലൗസിൻ്റെ പെർഫെക്ഷൻ പോകും. പിന്നെ ബെസ്റ്റ് റൗണ്ട് എടുക്കണം. ബെസ്റ്റ് റൗണ്ട് എടുക്കാന്ന് പറഞ്ഞാൽ നിപ്പിൾ ടു നിപ്പിൾ റൗണ്ട് ആണ് നമ്മൾ എടുക്കേണ്ടത്. അതും ഓവർ ടൈറ്റ് എടുക്കാൻ പാടില്ല. ഇതുപോലെ ഒരു വിരൽ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പിടിക്കും. നമ്മൾ ഇങ്ങനെ ജസ്റ്റ് പിടിക്കാം ഈ ഒരു ഭാഗം. അതിനുശേഷം ഓവർ ടൈറ്റിലും ഓവർ ലൂസും വരാത്ത രീതിയിൽ ഇങ്ങനെ എടുക്കാം. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ബെസ്റ്റ് റൗണ്ട് എടുക്കേണ്ടത്. ബെസ്റ്റ് റൗണ്ട് എടുക്കുക എന്ന് പറയുമ്പോൾ ടേപ്പ് വളയരുത്. ഇതുപോലെ ബാക്കിലൊക്കെ ടേപ്പ് വളയാണ്ട് കറക്റ്റ് ഓവർ ടൈറ്റും അല്ല ഓവർ ലൂസും അല്ല എന്നുള്ള രീതിയിൽ വേണം നമ്മൾ ഇതിൻ്റെ അളവ് എടുക്കാനായിട്ട്. കണ്ടോ, ആ ഒരു രീതിയിൽ വേണം എടുക്കാനായിട്ട്. പിന്നെ അതിന് ശേഷം വേസ്റ്റ് റൗണ്ട് എവിടെയാണ് നമ്മൾ ഇറക്കം വെച്ചിട്ടുണ്ടായിരുന്നത് ആ അളവാണ് നമ്മൾ വേസ്റ്റ് റൗണ്ട് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ബ്ലൗസിന് എത്രത്തോളം ലാസ്റ്റിൽ ഇറക്കം വെച്ചിട്ടുണ്ടായിരുന്നത് അവിടെയാണ് നമ്മൾ വേസ്റ്റ് റൗണ്ട് എടുക്കേണ്ടത്. അതിങ്ങനെ എടുക്കാം കേട്ടോ. ചെറിയ ഒരു ലൂസാണ്, എന്നാൽ വലിയ ലൂസില്ല എന്ന രീതിയിൽ ആ ഒരു രീതിയിൽ വേണം നമ്മൾ വേസ്റ്റ് റൗണ്ട് എടുക്കാനായിട്ട്. എവിടെയാണ് ബ്ലൗസിന് ഇറക്കം വന്ന് നിൽക്കുന്നത് അവിടെ. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു പ്രധാന പോയിന്റുകൾ എഴുതി വെക്കണം. അതിനോടുകൂടി ആഡ് ചെയ്യേണ്ട അളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറഞ്ഞു തരാം. നമ്മൾ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്തിരിക്കുന്നത് ചെസ്റ്റ് റൗണ്ട് എടുത്തിരിക്കുന്നത് ബോഡിയിൽ നിന്നാണ് അളവ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ബ്ലൗസിന് ആഡ് ചെയ്യേണ്ട അളവ് എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചോളൂ. പ്രധാന പോയിന്റ്സ് ആണ് കേട്ടോ ഇതൊക്കെയും. അതിനോടുകൂടി നമ്മൾ ഒരു സൈഡിലേക്ക് 1/2 ഇഞ്ചസ് ആണ് ആഡ് ചെയ്യേണ്ടത്. വൺ സൈഡിലേക്ക് 1/2 ഇഞ്ചസ്. അപ്പോൾ ടോട്ടൽ എത്രയായിരിക്കും? ബ്ലൗസിന് 4 ആക്കിയിട്ട് ഫോൾഡ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടലി 2 ഇഞ്ചാണ് ആഡ് ചെയ്യേണ്ടത്. 1/2 ഇഞ്ച് വീതം ഒരു സൈഡിലേക്ക് 4 മടക്കുമ്പോൾ നമുക്ക് 2 ഇഞ്ച് വരുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ 2 ഇഞ്ചാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വൺ സൈഡിലേക്കാണ് നമ്മൾ മടക്കി വയ്ക്കുന്നത്. ഒരു സൈഡിലേക്ക് എന്ന രീതിയിലാണ് 4 ഡിവൈഡ് ചെയ്ത് വയ്ക്കുക. 40 എന്ന ചെസ്റ്റ് റൗണ്ട് എന്നൊരു ഉദ്ദേശം ഞാൻ പറയാം. ഒരു 40 എന്ന ഒരു ബ്ലൗസാണ് തയ്ക്കണമെങ്കിൽ അതിന് ഡിവൈഡഡ് ബൈ 4 വരുമ്പോൾ 10 ആണല്ലോ വരുന്നത്. അതേസമയം കറക്റ്റ് ബോഡി ഫിറ്റ് മെഷർമെൻറ്റ് 40 ആണെങ്കിൽ ആ വ്യക്തിയുടെ കൂടെ +2 ഇഞ്ചസ് ആഡ് ചെയ്യണം. അപ്പോൾ 42 ഡിവൈഡഡ് ബൈ 4 ആണ് നമുക്ക് ആൻസർ വരുന്നത്. അതേസമയം 38 അളവുള്ള ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കും, അതിൻ്റെ കൂടെ ടോട്ടൽ 2 ഇഞ്ചാണ് ആഡ് ചെയ്യേണ്ടത്. ബോഡിയുടെ അളവ് എടുത്തത് 38 ആണ്, കറക്റ്റ് കിട്ടുമെന്ന് വെച്ചാൽ +2 ഇഞ്ചസ് ആഡ് ചെയ്യും. അപ്പോൾ ഡിവൈഡഡ് ബൈ 4 വരുമ്പോൾ എത്രയായിരിക്കും വരിക? 38 + 2 അപ്പോൾ 40. അപ്പോൾ 10 ഇഞ്ചാണ് അവർക്ക് ഒരു സൈഡിലേക്ക് വരുന്ന അളവ്. ഇങ്ങനെയാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്, ബോഡിയിൽ നിന്ന് മെഷർ ചെയ്യുന്നത്. ഉദ്ദേശിച്ചത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എത്രയാണ് നിങ്ങൾക്ക് വരുന്നത് അതിൻ്റെ കൂടെ +2 ഇഞ്ചസ്. അപ്പോൾ നമ്മൾ വൺ സൈഡിലേക്ക് വരുമ്പോൾ 1/2 ഇഞ്ചസായി ആഡ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെയാണ് ചെസ്റ്റ് റൗണ്ടും ബെസ്റ്റ് റൗണ്ടും അതുപോലെ വേസ്റ്റ് റൗണ്ടിലും ഈ 1/2 ഇഞ്ചസ് ആണ് വൺ സൈഡിലേക്ക് ആഡ് ചെയ്യുന്നത്.
ഓക്കെ, ഈ പോയിന്റ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തതായിട്ട് എടുക്കേണ്ടുന്ന അളവ് എന്നാണ് ഈ ബസ് പോയിന്റ് ആണ്. നമ്മൾ ബസ് പോയിന്റ് എടുക്കുന്ന അളവ് കറക്റ്റ് അല്ല എങ്കിൽ തെറ്റി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഷോൾഡറിന് വൈഡ് കൂടുതൽ വരുന്ന ഷോൾഡർ ആണെങ്കിൽ അതിങ്ങനെ ഷോൾഡറിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വീഴാൻ സാധ്യതയുണ്ട്, ഇറങ്ങി വരും കറക്റ്റ് അളവ് എടുത്തില്ല എങ്കിൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് താഴെ വരെയുള്ള ഫ്രണ്ട് പാർട്ടിൽ ആ ഒരു അളവുണ്ട്, താഴത്തേക്ക് ടക്കിൻ്റെ ഇറക്കും, അതും അളവ് കറക്റ്റ് ഓവറായിട്ടാണ്, അളവ് വല്ലാണ്ട് കൂടി പോയി കഴിഞ്ഞാലും അവിടെ ലൂസ് വരും, ഈ ഷോൾഡർ ഇറങ്ങി വരും, അങ്ങനത്തെ വ്യത്യാസങ്ങൾ വരും കേട്ടോ. അപ്പോൾ ഈ ഒരു പോയിന്റ് എടുക്കേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എടുക്കേണ്ടത് നമ്മൾ ഈ ഒരു ഭാഗത്ത് നിന്നാണ് എടുക്കേണ്ടത്. ഈ ഒരു വയറിൻ്റെ ലാസ്റ്റ് നിൽക്കുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്നാണ് ഇങ്ങനെ വേണം നമ്മൾ അളവെടുക്കാനായിട്ട്. എന്നിട്ട് ആ അളവിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഇവിടെ 1/4 ഇഞ്ച് ഒരു പോയിൻ്റാണ് നമ്മൾ ഷോൾഡറിന് തയ്യൽ തുമ്പ് ഇടുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ 1/4 ഇഞ്ച് ഒരു പോയിന്റ് എത്രയാണോ നിൽക്കിയിട്ട് അതിൻ്റെ കൂടെ 1/4 ഇഞ്ച് ഒരു പോയിന്റ് ആഡ് ചെയ്യണം. അതിനുശേഷം താഴത്തേക്ക് ഫ്രണ്ട് പാർട്ടിൽ മൊത്തം പട്ട വരെ വന്ന് നിൽക്കേണ്ടുന്ന അളവ് എത്രയാണെന്ന് എടുക്കാൻ പറ്റുന്നതാണെങ്കിൽ അവരുടെ ബ്ലൗസിൻ്റെ അളവിൽ നിന്ന് എടുക്കണം. അത് ഇവിടെ നിന്ന് ഇങ്ങനെ വെച്ചിട്ട് ശേഷം ജസ്റ്റ് ഇങ്ങനെ, അത് ഈ സൈഡിലൂടെ എടുക്കരുത്, സൈഡിലൂടെ എടുത്ത അളവും വ്യത്യാസം വരും. സ്ത്രീകളുടെ ഇങ്ങനെ സൈഡിലൂടെയാണ് എടുക്കണമെങ്കിൽ ആ അളവ് വ്യത്യാസം വരും. അപ്പം നമ്മളിങ്ങനെ മുന്നിലൂടെയാണ് നമ്മളിങ്ങനെ അളവ് എടുക്കേണ്ടത്. ഓക്കെ, അളവ് എടുത്തിട്ട് നമ്മൾ ബാൻഡിൻ്റെ പോയിന്റ് എവിടെ വന്ന് നിൽക്കണം ആ ഒരു അളവ് വരെ ഇങ്ങനെ എടുക്കണം. ഇങ്ങനെയാണ് നമ്മൾ ബാൻഡിൻ്റെ അളവ് എടുക്കേണ്ടത്. ബാൻഡിൻ്റെ തൊട്ട് മുന്നിൽ നിൽക്കുന്ന അളവുണ്ടല്ലോ, ആ ടക്കിൻ്റെ ഇറക്കം കൂടി വരുന്നത്, അവിടെ വരെയുള്ള അളവ് അങ്ങനെയാണ് എടുക്കേണ്ടത്. അതിനുശേഷം ബാൻഡ് കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ബാക്ക് പാർട്ടിൻ്റെ ഇറക്കത്തിൽ നിന്നാണ് ഈ ഫ്രണ്ടിൻ്റെ ഈ ഇറക്കം കുറയ്ക്കുമ്പോഴാണ് നമുക്ക് ബാൻഡിൻ്റെ ആ ഒരു മെഷർമെൻറ്റ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ തൊട്ട് മുന്നത്തെ വീഡിയോയിൽ കണ്ടു നോക്കിയാൽ മതി. അത് പ്രൊഫഷണൽ മെത്തേഡിലാണ് നമ്മൾ സ്റ്റിച്ചിങ് പഠിപ്പിച്ചിട്ടുള്ളത്. അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് അത് ബാൻഡിൻ്റെ മെഷർമെൻറ്റ് ലെങ്ത്ത് കണ്ടുപിടിക്കുന്നത്. ആ രീതി അതിൽ നോക്കിയാൽ മനസ്സിലാവും. അതുപോലെയാണ് ഇത് ബോഡിയിൽ നിന്ന് അളവെടുക്കുന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇതിൽ ആകെ ആഡ് ചെയ്യേണ്ട ഒരു മെഷർമെൻറ്റ് മാത്രം അറിഞ്ഞാൽ മതി. അത് എല്ലാം ഈ ഒരു പ്രൊഫഷണൽ മെത്തേഡിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ബോഡിയിൽ നിന്ന് അളവെടുത്ത് തയ്ക്കുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. പിന്നെ വീഡിയോയിൽ ഒരുപാട് പോയിന്റ്സുകൾ പറയുന്നുണ്ട്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഉറപ്പായിട്ട് ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഒന്നുകൂടി ഇടയ്ക്ക് ഓർമ്മപ്പെടുത്തിയതാണ്. പിന്നത്തെ പോയിന്റ് പറയണം. ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട അളവാണ് ഇത്. ശരിയായ മാത്രമാണ് ആ ഒരു ബ്ലൗസിന് കറക്റ്റ് പെർഫെക്ഷൻ കിട്ടുള്ളൂ. ആ ഒരു പോയിന്റാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഒന്നാമത്തെ, അതായത് ആം റൗണ്ടിൻ്റെ ചെരിഞ്ഞുള്ള അളവും ആം റൗണ്ടിൻ്റെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള അളവും നമുക്കൊരു പ്രധാന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അത് പ്രകാരം നമുക്ക് സ്ലീവ് ഒക്കെ കറക്റ്റ് പെർഫെക്റ്റ് ആയിരിക്കുള്ളൂ. ഫ്രണ്ടിൽ വല്ലാണ്ട് ചുളിവില്ലാത്ത രീതിയിൽ നമുക്ക് ഡ്രസ്സ് കിട്ടുള്ളൂ. പിന്നെ ഈ ഒരു ഡ്രസ്സിൻ്റെ ഈ നെക്ക് ഡിസൈനും ഈ ചുരിദാറിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് പിൻടെക് മെത്തേഡ് പ്രകാരമാണ് നമ്മൾ ഈ ഒരു ചുരിദാർ തയ്ച്ചിട്ടുള്ളത്. ഇത് താല്പര്യമുള്ളവർക്ക് ഈ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ കിട്ടുന്നതാണ്. നമ്മളത് കമ്മ്യൂണിറ്റി ടാബിൽ കൊടുക്കാം. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഇതിൻ്റെ ലിങ്ക് കൊടുക്കാം. നമ്മൾ ഇട്ടിരിക്കുന്ന ഈ ഡ്രസ്സിൻ്റെ കട്ടിങ്ങും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, സ്റ്റിച്ചിങ്ങും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ നെക്ക് ഡിസൈൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് മാത്രമല്ല, നമുക്ക് ഇൻസ്റ്റാഗ്രാം ഉണ്ട്, ദീപ് സ്റ്റൈലിംഗ് തന്നെ ചാനലിൻ്റെ പേര്. അതിലും ഇതുപോലെ സ്വിം ടിപ്സ് തന്നെയാണ് ഇടുന്നത്. തയ്യൽ മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്, തയ്ക്കുന്ന ടിപ്സൊക്കെയാണ് ഇടുന്നത്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും ദീപ് സ്റ്റൈലിംഗ് സെയിം പേരിൻ്റെ സെയിം ഐക്കൺ തന്നെയാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അത് ഫോളോ ചെയ്യുക. ഇൻസ്റ്റാഗ്രാം ആയതുകൊണ്ട് ഫോളോ ചെയ്യുക കേട്ടോ. യൂട്യൂബ് ചാനലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, പിന്നെ നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത്ത്, അതായത് ഇവിടെ നിന്ന് ഇവിടം വരെ നമുക്ക് എവിടം വരെയാണോ സ്ലീവിൻ്റെ ലെങ്ത്ത് വേണ്ടത് അത് ഈ കറക്റ്റ് ഇവിടെ നിന്ന് നമ്മുടെ ആ ഒരു പോയിന്റ് ഉണ്ടല്ലോ, ഇവിടെ നിന്ന് വെച്ചിട്ട് നമുക്ക് ആ ഒരു അളവിൽ നിന്ന് എവിടം വരെയാണോ അളവ് അവിടെ വയ്ക്കുക. ഇതാണ് നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത്ത്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് വേണം നമുക്ക് സ്ലീവ് ഓപ്പണിങ് എത്രയാണെന്ന് നോക്കാനായിട്ട്, അതിൻ്റെ തുമ്പ് വണ്ണം നോക്കാനായിട്ട്. ഇങ്ങനെ വേണം നമ്മൾ തുമ്പ് വണ്ണം അളക്കാനായിട്ട്. ഓക്കെ, ഇതുപോലെ നമ്മൾ വേണം തുമ്പ് വണ്ണം അളക്കാനായിട്ട്. ഓക്കെ, പിന്നെ അതിന് ശേഷം ഇപ്പോൾ ഇറക്കം. ഇനി നമ്മൾ ഈ സ്ലീവ് തയ്ക്കുന്നത് ചില ആളുകളുടെ ഡ്രസ്സിന് ലെങ്ത്ത് കൂടുതലായിരിക്കും. ഹാഫ് ഇത്രത്തോളം ഉള്ള ബ്ലൗസിനായിട്ട് ചിലപ്പോൾ 3/4 ആയിരിക്കും, ബ്ലൗസ് ഫുള്ളായിരിക്കും. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് സ്ലീവിൽ വേറൊരു മെഷർമെൻറ്റ് കൂടി എക്സ്ട്രാ ആഡ് ചെയ്യണം കേട്ടോ. നമ്മൾ ഇവിടെ തൊട്ട് ഇവിടം വരെയിട്ട് അളക്കുമ്പോൾ നമ്മൾ ഈ സ്ലീവിൻ്റെ തുമ്പ് ഭാഗത്തെ വണ്ണം എന്ന് പറയുമ്പോൾ അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് വെച്ചിട്ട് നമുക്ക് ഇവിടെയാണ് വരുന്നത്, ഇവിടുത്തെ സ്ലീവ് ഓപ്പണിംഗ് ആണല്ലോ നമ്മൾ ചെയ്യുക. അപ്പോൾ ഇത് മാത്രം ചെയ്താൽ പോരാ, ലെങ്ത്ത് കൂടും തോറും ഒരു പ്രാവശ്യം കൂടി ഇടയിലുള്ളൊരു അളവും കൂടി എടുത്താലാണ് കുറച്ചും കൂടി പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അതായത് ഇവിടുന്ന് ഏറ്റവും കൂടുതൽ വണ്ണമുള്ള മസിൽ ഭാഗത്തെ വണ്ണത്തിന് കുറച്ചാക്കിയിട്ട് ഇവിടുന്ന് എത്രത്തോളമാണ് ഇറക്കണമെന്ന് നോക്കണം നിങ്ങൾ. ആ വ്യക്തിയുടെ അളവിൽ ഇവിടുന്ന് നമ്മൾ ഇത്രത്തോളമാണ് നമ്മൾ ഇറക്കിയെന്ന് വിചാരിക്കുക, ഇവിടെ വരെയാണ് നമ്മൾ ആ വ്യക്തിയുടെ വണ്ണം കൂടിയ ഭാഗം വിചാരിക്കുക. അപ്പോൾ ആ ഭാഗത്ത് വെച്ചിട്ട് ജസ്റ്റ് റൗണ്ട് എത്രയാണെന്നും കൂടി നമ്മൾ എഴുതി വയ്ക്കണം.
ഓക്കെ, ഇതിങ്ങനെ ഈ ഭാഗത്തുള്ള അളവും കൂടി നമ്മൾ ഇങ്ങനെ എടുത്തു വയ്ക്കണം. അങ്ങനെ കൂടി എടുത്തു വെച്ച ശേഷം വേണം നമുക്ക് അതിലേക്ക് കണക്ട് ചെയ്ത് വരയ്ക്കാനായിട്ട്. അത് ഉള്ളിലേക്ക് ഒന്ന് കർവ് ചെയ്ത് വരുന്ന രീതിയിൽ വരച്ചാലാണ് ലെങ്ത് കൂടുന്ന സ്ലീവിന് ഭംഗി വരിക. ഡയറക്റ്റ് സ്ട്രെയിറ്റ് സ്കെയിൽ വെച്ച് വരയ്ക്കരുത്. നമ്മൾ ഫ്രീ ഹാൻഡ് ആയിട്ട് വരയ്ക്കുകയാണെങ്കിൽ ഹിപ്പിന് സൈഡിൽ വരയ്ക്കുന്ന ഹിപ്പ് കർവ് പോലത്തെ ഒരു സ്കെയിൽ കിട്ടും. ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് അങ്ങനത്തെ സ്കെയിൽ വെച്ചിട്ട് ഉൾ സൈഡിലേക്ക് ഒന്ന് കർവ് ചെറുതായിട്ട് കർവ് ഇത് വരുന്ന പോലത്തെ സ്കെയിൽ വെച്ച് വേണം വരയ്ക്കാൻ. ലെങ്ത് സ്ലീവിന് കൂടുകയാണെങ്കിൽ മാത്രം, ഷോർട്ട് സ്ലീവിൻ്റെ കാര്യമല്ല പറഞ്ഞത് കേട്ടോ. ലെങ്ത് സ്ലീവിന് കൂടുന്തോറും നമ്മൾ ആ ഉള്ളിലേക്ക് ചെറുതായിട്ട് കർവ് ചെയ്ത് വരച്ചാൽ കൈക്ക് ഷേപ്പ് കൂടുതൽ ഭംഗി കിട്ടുള്ളൂ. പിന്നത്തെ അളവ് എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആം ഹോളിൻ്റെ കർവ് വരുന്ന ഒരളവാണ് കേട്ടോ. ആം ഹോൾ കർവ് റൗണ്ടാണ് എടുക്കുക. അതെങ്ങനെ എടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വേണം എടുക്കാനായിട്ട്. കറക്റ്റ് ഈ ഒരു ആം ഹോളിൻ്റെ കർവ് ചെറുതായിട്ടൊന്നും ഇങ്ങനെ കൈ ഒരുപാടൊന്നും പൊന്തിക്കണ്ട. കറക്റ്റ് ഈ ഷോൾഡറിൻ്റെ മുകളിലേക്ക് ആക്കി നിർത്തിയിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നോക്കിയാൽ. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടുന്ന ആം ഹോൾ കർവ് റൗണ്ടിൻ്റെ അളവ് വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്ന അളവിന്. അപ്പോൾ ആ കറക്റ്റ് പോയിന്റ് ഇങ്ങനെ. ഇപ്പം നമുക്ക് ഇതിനകത്ത് ആം ഹോൾ കർവ് റൗണ്ട് കിട്ടിയപ്പോൾ 16 ഇഞ്ചാണ് വന്നത് എനിക്ക് വന്നത്. ഞാൻ ജസ്റ്റ് ഇങ്ങനെ റൗണ്ട് ചെയ്തപ്പോൾ കർവ് ചെയ്തിട്ട് വരുന്ന അളവുണ്ട്, ചെരിഞ്ഞ് വരുന്ന ഒരളവാണ്. നമ്മുടെ ആ വീഡിയോ കണ്ടാൽ അറിയും അത് ഏതൊക്കെ ഭാഗമാണെന്ന് വ്യക്തമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് തയ്ച്ച കോഴ്സിൽ പറഞ്ഞിട്ടുണ്ട്, പാറ്റേൺ വരച്ചതിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ അളവിൻ്റെ കൂടെ നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 16ൻ്റെ കൂടെ നമ്മൾ 1 ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്യണം. ബോഡിയിൽ നിന്ന് എടുത്ത അളവായതുകൊണ്ട് നമ്മൾ ഇതിനോടുകൂടി ടിപ്പായിട്ട് തരുന്നതാണ്. 16 ഇഞ്ചാണ് നമുക്ക് വന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ 1/2 ഇഞ്ച് ആഡ് ചെയ്യണം. 16 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ /2 16/2 അത്രയാണ് നമുക്ക് വരുന്ന ആം ഹോൾ കർവിൻ്റെ ആ ഒരു മെഷർമെൻറ്റ്. ഓക്കെ, അതായത് ഈ കർവിൻ്റെ അളവും സ്ട്രൈറ്റിൻ്റെ അളവും കൂടി ജോയിൻ ചെയ്യുന്നത് എവിടെയാണോ അതാണ് നമുക്ക് വരുന്ന ക്യാപ്പ് ഹൈറ്റ്. ആ രീതിക്ക് വേണം നമ്മൾ ആ സ്ലീവിൻ്റെ ഇറക്കം എടുക്കുന്നത്. ആ വ്യക്തി അനുസരിച്ച് എടുക്കുന്ന ഇറക്കം എന്ന് പറഞ്ഞ ടിപ്പ് നമ്മൾ അതിനേക്കാളും ഒരു 3 വീഡിയോ മുന്നിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ആണ് കേട്ടോ. ഒരുപാട് പേര് അംഗീകരിച്ച വീഡിയോ ആണ്. അപ്പോൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാൽ നമുക്ക് അത് വളരെ യൂസ്ഫുള്ളായി മാറും. അപ്പോൾ ഇങ്ങനെയാണ് കർവിൻ്റെ ആ ഒരു പോയിന്റ് എടുക്കേണ്ടത്. ഇനി സ്ട്രെയിറ്റ് ആയിട്ടുള്ള അളവ് എടുക്കണം. അതായത് മസിലിൻ്റെ അളവ് ഇതേപോലെ കർവിൽ വെച്ചിട്ട് ചെരിഞ്ഞ് വെച്ചിട്ട് തന്നെ വേണം നമ്മൾ. അതായത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള അളവ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് എടുക്കേണ്ടത് കേട്ടോ. ഈ ഒരു ഭാഗത്തേക്ക് മസിലിൻ്റെ ഭാഗത്തെ വണ്ണമാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ഇങ്ങനെ വേണം നമ്മൾ എടുക്കാനായിട്ട് ടൈറ്റായിട്ട്. ഓക്കെ, ഇങ്ങനെ എടുത്തപ്പോൾ നമുക്ക് കിട്ടിയത് 13.5 എടുത്തപ്പോൾ കിട്ടിയത് കേട്ടോ. നമുക്ക് ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ആയിട്ട് ഇവിടെ നിന്ന് പറഞ്ഞ ക്യാബ് ഹൈറ്റ് ആയിട്ട് ഒരു കുറച്ച് ദൂരം താഴത്തേക്ക് നീക്കിയിട്ട് മസിൽ എവിടെയാണ് വന്നിരിക്കുന്നത് ഈ ഒരു ചെരിഞ്ഞിട്ടുള്ള അളവിൻ്റെ ആ കക്ഷക്കുഴിയുടെ അളവിൽ നിന്നാണ് നമ്മൾ എടുത്തത്. അവിടെ നിന്ന് തന്നെ എടുത്തിട്ട് ഇവിടെ നിന്ന് മസിൽ വണ്ണം കൂടി ഇടിക്കേണ്ടതുണ്ട്. ആ പോയിന്റും കൂടിയാണ് ബ്ലൗസിന് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. സ്ലീവിനൊക്കെ ഏറ്റവും ഭംഗി വരുത്തുന്നത്, ബ്ലൗസിന് ഭംഗി വരുത്തുന്നത് ഈ ഒരു മെഷർമെൻറ്റും കൂടിയാണ്. അപ്പോൾ നമുക്ക് കിട്ടിയത് 13.5 ഇഞ്ചാണ്. ഇതിൻ്റെ കൂടെ നമ്മൾ ബോഡിയിൽ നിന്ന് എടുത്ത അളവായതുകൊണ്ട് നമ്മൾ 1/2 ഇഞ്ച് തന്നെ ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് കിട്ടിയത് 14 ഇഞ്ചാണ്. അപ്പോൾ ഈ 14 ഇഞ്ചിനെ /2 ആക്കിയിട്ട് വേണം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ. അതായത് ഇതാണ് നമ്മുടെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള അളവ്. സ്ട്രെയിറ്റ് ആയിട്ടുള്ള അളവും ചെരിഞ്ഞുള്ള അളവും കൂടി ജോയിൻ ചെയ്യുന്നത് ഏതിലാണോ ആ ഒരു അളവിലാണ് നമ്മൾ ക്യാപ്പ് ഹൈറ്റ് എടുക്കുന്നത്. അതാണ് നമ്മുടെ ആ വീഡിയോയിൽ പ്രധാന പോയിന്റായിട്ട് നമ്മൾ കാണിച്ചിട്ടുള്ളത്. ഇത് ശരിയായത് ബ്ലൗസൊക്കെ നമുക്ക് ഉള്ളിൽ സൈഡൊന്നും ഇങ്ങനെ ചുളിവ് വരാണ്ട് പെർഫെക്റ്റ് ആയിട്ടൊക്കെ ബ്ലൗസ് തയ്ച്ചു കൊടുക്കാൻ പറ്റും കേട്ടോ. ഈ ഒരു ടിപ്പാണ് ഏറ്റവും പ്രധാനം. അല്ലെ ഉദ്ദേശം വെച്ചിട്ട് നമ്മൾ 2.5 ഇഞ്ച് തൊട്ട് 4.25 ഇഞ്ച് വരാനൊക്കെ നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് കറക്റ്റ് ആ വ്യക്തി അനുസരിച്ച് എങ്ങനെയാണ് എത്രയാണ് എടുക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്ട്രെയിറ്റ് ആയിട്ടുള്ള അളവ് ഇതിനിപ്പോൾ ഞാൻ പറഞ്ഞില്ല 1/2 ഇഞ്ച് ആഡ് ചെയ്തിട്ട് ആ സ്ട്രെയിറ്റ് ആയിട്ടുള്ള അളവും ചെരിഞ്ഞുള്ള അളവിൻ്റെ പകുതി അത് 1/2 ഇഞ്ച് ആഡ് ചെയ്തതിൻ്റെ കൂടെ, അതായത് 1/2 ഇഞ്ച് ആഡ് ചെയ്തതിൻ്റെ കൂടെയുള്ള പകുതിയുടെ അളവ് സ്ട്രെയിറ്റും കർവും കൂടി ആ ജോയിൻ ചെയ്യുന്നത് എവിടെയാണോ അത് ചിലപ്പോൾ 3.5-ലായിരിക്കാം, ചിലപ്പോൾ ചിലർക്ക് 3.25-ലായിരിക്കും, ചിലപ്പോൾ ചിലർക്ക് 2.5-ലായിരിക്കും, 2.5 ഇഞ്ചിലായിരിക്കും, ചിലപ്പോൾ 4 ഇഞ്ചിലായിരിക്കും. അപ്പോൾ ആ പോയിന്റിലേക്ക് വേണം നമ്മൾ ആ ഒന്ന് കണക്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ആ വ്യക്തിയുടെ മസിൽ വണ്ണം കൈവണ്ണം അനുസരിച്ചാണ് നമ്മൾ ആ ആംഹോളിൻ്റെ ചെരിവുള്ള അളവൊക്കെ കൂടി കണക്കാക്കിയിട്ട് വേണം നമുക്ക് ബ്ലൗസ് കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഷേപ്പ് വരയ്ക്കേണ്ടത് ആ ഒരു പ്രധാന പോയിന്റിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ ഒരുപാട് ടിപ്സ് നമ്മൾ തന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയതിനു ശേഷം ഇത്രയും അളവുകളെ നമുക്ക് പ്രധാനമായിട്ട് ചെയ്യാനുള്ളൂ. പിന്നെ അതിനകത്ത് ഒരു പ്രധാന പോയിന്റ് കൂടി ഉണ്ട്. പിന്നെ നിപ്പിൾ ടു നിപ്പിൾ റൗണ്ട് പറയുക ആ ഒരു അളവ് കൂടി എടുക്കാൻ കേട്ടോ. ബെസ്റ്റ് പോയിന്റ് നിപ്പിൾ ടു നിപ്പിൾ എന്ന് പറഞ്ഞ ഒരു അളവ് ഇങ്ങനെയാണ് എടുക്കേണ്ടത്. ആ അളവ് നമുക്ക് ചിലവർ എടുക്കാൻ സമ്മതിക്കില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യണമെങ്കിൽ ചെസ്റ്റ് /10 അടിച്ചാൽ മതി. അപ്പോൾ നമുക്ക് 40 ആണ് ചെസ്റ്റ് നമുക്ക് വന്നതെന്ന് വിചാരിക്കാം. /4 10 ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 4 ഇഞ്ചസ് വരും. അപ്പോൾ ഈ 4
4 ഇഞ്ചസ് ആണ് ഒരു സൈഡിലേക്ക് വരുന്ന ആ വ്യക്തിക്ക് നമുക്ക് ആ ഒരു അളവ് മെയിൻ ടക്ക് ഫ്രണ്ട് ടക്കിൻ്റെ ആ ഒരു അകലം വരുന്നത് 4 ഇഞ്ചസ് ആയിട്ട് എടുക്കണം. പിന്നെ ആ ഭാഗത്ത് പട്ടയും ഹുക്കും വെക്കുന്നതിൻ്റെ ഒരു 1/4 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യണം കേട്ടോ. ഈ 4 ഇഞ്ച് കഴിഞ്ഞിട്ട് ഒരു എക്സ്ട്രാ ഒരു 1/4 ഇഞ്ചും കൂടി ആഡ് ചെയ്താൽ അപ്പോൾ 4.25 ഇഞ്ച് അത്രയും നീക്കിയിട്ട് വേണം ബസ് പോയിന്റ് അടയാളപ്പെടുത്താൻ. മുകളിൽ നിന്ന് താഴത്തേക്ക് ബസ് പോയിന്റ് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, ആ പോയിന്റ് അടയാളപ്പെടുത്താനായിട്ട്. അപ്പോൾ ഈ ഒരു പോയിന്റും കൂടിയേ ഉള്ളൂ നമ്മുടെ വീഡിയോയിൽ. അപ്പോൾ ഫുൾ നമ്മുടെ ബോഡിയിൽ നിന്ന് അളവെടുക്കുന്ന ഫുൾ ആയിട്ടുള്ള മെഷർമെൻറ്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്ന വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ, സീ യു.